നമസ്കാരം. അവസാനം കിറുക്കൻ ട്രംപ് അത് സമ്മതിച്ചു. എന്താണെന്നല്ലേ, ഇന്ത്യക്ക് മേൽ ഈ കാണിച്ചു കൂട്ടിയതൊക്കെ ഒരു സമ്മർദ്ദ തന്ത്രമായിരുന്നു എന്ന്. ഇത് വെച്ച് മുതലെടുപ്പ് നടത്താമെന്നായിരുന്നു ട്രംപിന്റെ ഉദ്ദേശം. അതായത് ചുളുവിൽ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കണം, അതിന് ഇന്ത്യയെ കരുവാക്കി റഷ്യയെ സമ്മർദ്ദത്തിലാക്കുക എന്ന അസൽ ശകുനിയുടെ ബുദ്ധി തന്നെയാണ് ഇവിടെ കണ്ടത്. എന്തായാലും ഇനി കാര്യത്തിലേക്ക് വരാം. അതായത് ട്രംപിന്റെ ഈ കുടില തന്ത്രത്തെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് US വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ്. ഇന്ത്യയ്ക്കു മേൽ ഉയർന്ന തീരുവ ചുമത്താനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയെ പരോക്ഷമായി സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നാണ് സ്ഥിരീകരിച്ചത്. നേരത്തെ തന്നെ US ഇത് തന്നെയാണ് നീക്കത്തിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് സ്ഥിരീകരിക്കാത്ത പല വാർത്തകളും പുറത്തെത്തിയിരുന്നു. ഇന്ത്യയുടെ തീരുവ നിരക്ക് ട്രംപ് 50% ഇരട്ടിയാക്കുകയും നിലവിലുള്ള 25% മുകളിൽ 25% ലെവി കൂടി ചേർത്തു. റഷ്യയുമായി വ്യാപാരം തുടരുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് മോസ്കോയെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള ഭരണകൂടത്തിന്റെ തന്ത്രത്തിന്റെ ഭാഗമായാണ് അവർ ഈ നീക്കത്തിന് മുതിർന്നതെന്നാണ് റിപ്പോർട്ടുകൾ ശരിവെക്കുന്നത്. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് വലിയ തോതിൽ പൊതുജന സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുവാനും മറ്റു നടപടികൾ സ്വീകരിക്കുവാനും അദ്ദേഹം നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിനായി മോസ്കോയിൽ 2 വിധത്തിലുള്ള സമ്മർദ്ദം പ്രയോഗിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ഏതെങ്കിലും ചർച്ച നടത്തിയതിനു മുമ്പ് 1 മാസം കൂടി കാത്തിരിക്കണമെന്നും ഉന്നയിക്കപ്പെട്ട മറ്റുള്ള ആശയങ്ങളെ അദ്ദേഹം പരിഹസിക്കുകയാണ് ചെയ്തത്. പ്രസിഡന്റ് ഇതൊക്കെ മാറാൻ ആഗ്രഹിക്കുന്നുവെന്നും ഈ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്നൊക്കെയായിരുന്നു ലീവിറ്റ് വ്യക്തമാക്കിയത്. ട്രംപ് വൈറ്റ് ഹൗസിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ആതിഥേയത്വം വഹിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഈ തുറന്നു പറച്ചിലുണ്ടായത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ത്രികക്ഷി സംഭാഷണത്തിലേക്കുള്ള പുരോഗതി ഇരു നേതാക്കളും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സൂചിപ്പിച്ചിരുന്നു. അതിനിടെ ഉക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി വ്യക്തമാക്കി. നാറ്റോ സെക്രട്ടറി ജനറൽ ഉൾപ്പെടെയുള്ള എല്ലാ യൂറോപ്യൻ നേതാക്കളും വൈറ്റ് ഹൗസിൽ വന്നതോടെയാണ് ഇതൊരു മികച്ച ആദ്യ പടിയാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു എന്ന് വ്യക്തമാക്കിയത്. നമ്മൾ ഈ സംസാരിക്കുന്ന പോലെ ആ ഉഭയകക്ഷി ബന്ധം സാധ്യമാക്കുന്നതിന് അമേരിക്കൻ സർക്കാർ ട്രംപ് ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ റഷ്യയുമായും യുക്രൈനുമായും ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നാണ് ലീവിറ്റ് വ്യക്തമാക്കിയത്. ട്രംപ് പ്രസിഡന്റ് ആയിരുന്നുവെങ്കിൽ സംഘർഷം ഒഴിവാക്കാമായിരുന്നെന്നോ എന്ന് ചോദിച്ചപ്പോൾ അനുകൂലമായാണ് അവർ പ്രതികരിച്ചത്. നേരത്തെ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഓഗസ്റ്റ് 27 മുതൽ പ്രാബല്യത്തിൽ വരുന്ന മുമ്പ് പ്രഖ്യാപിച്ച നിരക്കിന് പുറമെ 25% അധിക തീരുവ ചേർത്തുകൊണ്ട് ട്രംപ് ഇന്ത്യയുടെ തീരുവ 50% ഇരട്ടിയായി ഉയർത്തിയത്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ തന്നെ സാരമായി ബാധിക്കുകയും ചെയ്തു. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം എന്തെന്നാൽ ഇന്ത്യയുടെ ആവർത്തിച്ചുള്ള നിഷേധത്തിനും എതിർ അഭിപ്രായത്തിനും ഇടയിൽ വ്യാപാരം സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ വർഷം ആദ്യം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം പരിഹരിക്കാൻ താൻ സഹായിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം വൈറ്റ് ഹൗസ് ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ഈ വെടിനിർത്തലുകളെല്ലാം മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത ഇന്ത്യ പലതവണ നിരസിച്ചു. ഒരു വിദേശ നേതാവും ഇന്ത്യയുടെ സൈനിക പ്രവർത്തനങ്ങൾ നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ പലതവണ വ്യക്തമാക്കിയതാണ്. എങ്കിലും ട്രംപും US ഭരണകൂടവും ഈ വെടിനിർത്തലിലെ പങ്ക് ആവർത്തിച്ച് വീണ്ടും വീണ്ടും അവകാശവാദമായി ഓരോ പ്രാവശ്യവും രംഗത്തെത്തുകയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച